പക്ഷെ നിർബന്ധമായിട്ടും ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ കയ്യിൽ എടുത്തിരിക്കണം. അത് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. അതുകൊണ്ട് ഇത് ഞാൻ ഒരിക്കലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യൂല. അപ്പം ഇതാ ഈ ഒരു ബാഗിൽ ഇനിയും ഇഷ്ടംമാതിരി സ്പേസ് ബാക്കിയുണ്ട് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ മോന് 1.5 മാസത്തെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ ഈ ഒരു കുഞ്ഞു ബാഗിൽ നിന്ന് ഈ ഒരു വലിയ ബാഗിലേക്ക് ഉണ്ടായ മാറ്റം നിങ്ങളെയും കൂടി കാണിക്കാന്ന്. അതായത് പണ്ട് ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഈ ഒരു കുഞ്ഞു ബാഗ് തന്നെ ധാരാളം മതി. കാരണം നമുക്ക് അങ്ങനെ കൂടുതൽ സാധനങ്ങളൊന്നും കൊണ്ടുപോകാനില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ബാഗ് തന്നെ ധാരാളം മതി. എന്നാൽ ഇപ്പം മോനെയായിട്ട് പുറത്തു പോകുമ്പോൾ നമ്മൾ മോന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു വലിയ ബാഗ് തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വലിയ ബാഗ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളൊരു 6 മാസം വരെ പ്രായമുള്ള കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി എടുക്കേണ്ടതെന്നാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യാൻ കാരണം, കഴിഞ്ഞ ദിവസം മോർണിംഗ് കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ അധികം സാധനങ്ങളൊന്നും എടുക്കാണ്ട് ഈ ഒരു ബാഗും എടുത്തിട്ടാണ് പോയത്. അന്ന് ഞാൻ ശരിക്കും പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സാധനങ്ങൾ കയ്യിൽ കരുതണം എന്നുള്ളത്. അപ്പൊ എന്നെ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത അമ്മമാർക്കൊക്കെ അത് യൂസ്ഫുൾ ആവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. മോന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ബാഗിലേക്ക് വെക്കാൻ പോകുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ എന്റെ ഈ ഒരു ബാഗ് ZOUKിന്റെ ബാഗാണ്. ZOUKിന്റെ ഓഫീസ് ബാഗ് ആണ്. അതായത് നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ഓഫീസ് ബാഗ് ആണ്. ഓഫീസിലേക്ക് മാത്രമല്ല, നമുക്ക് കോളേജിലേക്കും ഇനിയിപ്പോ ഡെയിലി ബേസിസിൽ കുറെ സാധനങ്ങൾ കയ്യിൽ കരുതേണ്ടവരാണെങ്കിൽ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. കുറച്ചൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാഗ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഔട്ട്ഫിറ്റിന്റെ കൂടെ വേണമെങ്കിലും ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിൽ ഈ ഒരു കളർ മാത്രമല്ല കേട്ടോ ഉള്ളത്, ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സിലും ഒരുപാട് ഡിഫറെൻറ്റ് പാറ്റേൺസിലും ZOUKിൽ ബാഗുകളുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു ക്രീം കളറും ബ്ലാക്കും കൂടെ എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും മാച്ച് ചെയ്ത് പോകുമല്ലോ, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ ZOUKിൽ നമുക്ക് ഓഫീസ് ബാഗ് മാത്രമല്ല, സ്ലിം ബാഗ് ഉണ്ട്, ബാക്ക് പാക്ക് ഉണ്ട്, പിന്നെ ഷോൾഡർ ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ വാലറ്റ്സ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല സ്പേസ് ഉള്ള ബാഗാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല സ്പേസ് ഉള്ള ബാഗാണ്. ഇതാണ് നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ വെക്കാം. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു അറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് കണ്ടോ, ഇവിടെ നമുക്ക് ഫോണ് കാര്യങ്ങളും ഒക്കെ വെക്കാം. അങ്ങനെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാഗാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബാഗ് തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് 100% വേഗൻ ആണ്, PTA അപ്രൂവ്ഡ് ആണ്. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് ആണ്. അത് മാത്രമല്ല, എടുത്തു പറയേണ്ട കാര്യം, ഇത് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാഗ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ZOUKിന്റെ വെബ്സൈറ്റ് വഴി വാങ്ങിക്കാം കേട്ടോ. അപ്പൊ YT Anju's 50 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 50% ഓഫും കൂടി കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു ബാഗിൽ എന്തൊക്കെയാണ് എടുത്തു വെക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യം സ്നെഗ്ഗി. സ്നെഗ്ഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇത് ഹഗ്ഗീസിന്റെ സ്നെഗ്ഗിയാണ് കേട്ടോ. പാന്റ് ടൈപ്പ് വരുന്ന സ്നെഗ്ഗിയാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ പറയേണ്ട കാര്യം, ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും പാന്റ് ടൈപ്പ് സ്നെഗ്ഗി വാങ്ങിക്കരുത് കേട്ടോ. കാരണം അത് അവർക്ക് ഇട്ട് കൊടുക്കാനും ബുദ്ധിമുട്ടാണ്, കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരിക്കൂല. അപ്പോൾ അവർക്ക് ഈ ഒട്ടിക്കുന്ന ടാപ്പ് വരുന്ന ടൈപ്പ് സ്നെഗ്ഗി വാങ്ങിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരിക്കലും ഈ ഒരു ഹഗ്ഗീസിന്റെ സ്നെഗ്ഗി വാങ്ങിക്കാത്തതാണ് കേട്ടോ നല്ലത്. ഞാൻ ആമസോണിൽ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതായി ഈ സംഭവം. പക്ഷെ ഇത് അവന് ഒട്ടും ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. അരഭാഗം കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, എന്നാൽ താഴേക്ക് ഒരുപാട് താഴേക്ക് നീളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. അതുകൊണ്ട് ഇത് ഞാൻ ഒരിക്കലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യില്ല. പിന്നെ അധികം അബ്സോർബ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര അബദ്ധമാണ് പറ്റിയത്. പിന്നെ യൂസ് ചെയ്യണമല്ലോ, നമ്മളെന്തായാലും വാങ്ങിച്ചതല്ലേ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എന്നാലും ബെറ്റർ ഓപ്ഷൻ അല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 2 സ്നെഗ്ഗി എടുത്തിട്ട് വെക്കാം. 2 എണ്ണം മതി. നമ്മൾ ഇതൊന്നായിട്ട് കൊണ്ടുപോകണ്ടല്ലോ, കുറച്ച് സമയത്തേക്കല്ലേ. ഏറിപ്പോയാൽ ഒരു 2 മണിക്കൂറിലേക്കാണ്. അതുകൊണ്ട് ഞാനൊരു 2 സ്നെഗ്ഗി എടുക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ബാഗിൽ വെക്കാം. പിന്നെ ഈ സ്നെഗ്ഗി മാറ്റണമെങ്കിൽ നമുക്ക് വൈപ്സ് വേണം, വെറ്റ് വൈപ്സ് വേണം ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഓൾമോസ്റ്റ് കഴിയാനായ ഒരു പാക്കറ്റ് മാറ്റി വെച്ചതാട്ടോ, ഇതുപോലെ ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ വലിയ പാക്കറ്റ് ബാഗിൽ വെക്കണ്ടേ. അപ്പോൾ ഇതിൽ നിന്ന് കുറേ എടുത്തിട്ട് തീരാനായപ്പോൾ ഞാനത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഈ ഒരു വൈപ്സ് നമുക്ക് ഇതിൽ വെക്കാം. പിന്നെ വൈപ്സ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്
മദർ സ്പ്ലാഷിന്റെ വൈബ്സ് ആണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ന്യൂ ബോൺ ബേബീസ് ഒക്കെ ആണെങ്കിൽ, അതായത് ഒരു 2-3 മാസമൊക്കെ നമ്മൾ കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണമല്ലോ. അവർക്ക് സ്കിന്നിൽ റാഷസ് കാര്യങ്ങളൊന്നും വരാണ്ട്, സ്കിൻ അലർജി ഒന്നും വരാത്ത ടൈപ്പ് പ്രോഡക്റ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഒരുപാട് നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് 98% പ്യുവർ വാട്ടർ വരുന്നൊരു പ്രോഡക്റ്റ് ആണ്. പാരബൻ ആൽക്കഹോൾ ഫ്രീ ആണ്, pH ബാലൻസ്ഡ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചതാട്ടോ. അപ്പൊ ഇത് നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ മാറ്റിയിട്ടുള്ള സ്നഗ്ഗി അത് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവണം എന്നില്ല. അതിപ്പോ നമുക്കത് വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണ്ടേ. അപ്പൊ അത് അങ്ങനെ ബാഗിൽ ഇടാൻ പറ്റൂലല്ലോ. അപ്പൊ അത് ഇടാൻ വേണ്ടിയിട്ട് ഒരു കവറ്, സാധാരണ ഒരു കവറ്, അപ്പൊ അതെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു ക്ലോത്ത്. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മസ്ലിൻ ക്ലോത്ത് ആണ് കേട്ടോ. കാരണം നമ്മളുടെ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ അവർ നന്നായിട്ട് വൊമിറ്റ് ചെയ്യും. പാലൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പുറത്തിട്ട് തട്ടിയിട്ട് ഗ്യാസ് ഒക്കെ പോയിട്ടില്ലെങ്കിൽ നന്നായിട്ട് വൊമിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് തുടച്ചു കൊടുക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു മസ്ലിൻ ക്ലോത്ത് എടുക്കുന്നതാണ് നല്ലത്. ഇനി കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ടവലൊക്കെ കൊണ്ടുപോയാലും മതി കേട്ടോ. ഇപ്പം നമ്മൾ അത്യാവശ്യം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് എടുക്കണം. അത് 1-2 എണ്ണം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് സമയം ആയതുകൊണ്ടാണ് ഒരു ക്ലോത്ത് എടുക്കുന്നത്. പിന്നെ ഇതുപോലെ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ ടർക്കിയിലേക്ക് കവർ ചെയ്തിട്ടാണല്ലോ പിടിക്കുന്നത്. അപ്പൊ ടർക്കിയിലേക്കൊക്കെ വൊമിറ്റ് ചെയ്തായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ടർക്കി കൂടി കയ്യിലെടുക്കുന്നത് നല്ലതാട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു എക്സ്ട്രാ ടർക്കി കൂടി എടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ടർക്കിയിൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ടർക്കി എടുക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ ഒന്നും പറയാൻ പറ്റൂല കേട്ടോ. എന്താ സംഭവിക്കുക എന്നുള്ളതൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് എല്ലാം പ്രിപ്പയർഡ് ആയിട്ട് വേണം പോവാൻ. ഇനി അടുത്തത് ഇത് ബ്രസ്റ്റ് മിൽക്ക് ആണ് കേട്ടോ. ഞാൻ പമ്പ് ചെയ്ത് വെച്ചതാണ്. കാരണം ഈ ഒരു 6 മാസം വരെ കുട്ടികൾക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മളൊരു കുറച്ച് സമയത്തേക്കല്ലേ പോകുന്നത്. ഏറിപ്പോയാൽ ഒരു 2-2.5 മണിക്കൂർ അത്രയും മതി. പിന്നെ ഈ ഒരു ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ പമ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂർ വരെ നമ്മളുടെ റൂം ടെമ്പറേച്ചറിൽ കേടുകൂടാണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അതും കുഴപ്പമില്ല. നമുക്കിപ്പോൾ അവിടെ എത്തിയിട്ട് പാല് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പാല് കൊടുക്കാം. ഇനിയിപ്പോൾ പാല് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്, അപ്പൊ നന്നായിട്ട് കരയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പമ്പ് ചെയ്ത് വെക്കുന്നത് നല്ലതാട്ടോ. അല്ലെങ്കിൽ ഫോർമുല വാങ്ങിച്ചിട്ട് അത് കയ്യിൽ കരുതിയാലും മതി. അതിന് വേണ്ടിയിട്ട് പാലും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു ഡ്രസ്സും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സ്നഗ്ഗി മാറ്റുന്ന ടൈമിലോ അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുന്ന ടൈമിലോ ഡ്രസ്സിലൊക്കെ ആയാൽ അത് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ അടുത്ത് പോയപ്പോൾ അവൻ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഡ്രസ്സിലൊക്കെ ആയിട്ട് ഡ്രസ്സ് മാറ്റാനൊന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ പോകുമ്പം ഡ്രസ്സുകളൊക്കെ എടുക്കണം. അപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു സാനിറ്റൈസർ. അപ്പം ഞാനൊരു സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വാലറ്റ് അല്ല, ഇതിലാണ് എൻ്റെ കാർഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പം പിന്നെ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ പൈസ കയ്യിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഈ ഒരു വാലറ്റും കൂടെ എടുത്തിട്ടുണ്ട്. ഇനിതാ ഈ ഒരു ബാഗിൽ ഇനിയും ഇഷ്ടംമാതിരി സ്പേസ് ബാക്കിയുണ്ട് കേട്ടോ. കണ്ടോ, അവിടെയൊക്കെ ഇഷ്ടംമാതിരി സ്പേസ് ബാക്കിയുണ്ട്. അപ്പൊ നന്നായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ്. അപ്പോൾ അത്യാവശ്യം നമുക്കിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇത് മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു 6 മാസം വരെ പ്രായമുള്ള കുട്ടീനെയും കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും കയ്യിലെടുക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ എന്ത് വേണമെങ്കിലും എടുക്കാം, പക്ഷെ നിർബന്ധമായിട്ടും ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ കയ്യിലെടുത്തിരിക്കണം. അപ്പോൾ നമ്മളുടെ ബാഗ് റെഡിയായി, നമുക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.